ഹലോ, വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് സം സില്ലി ഷെയറിങ്സ്. ഇന്നൊരു സൺഡേ ആണ് കേട്ടോ. ഞങ്ങൾ മിക്ക സൺഡേസും കൂടുതലായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാറ് മാർക്കറ്റിലൊക്കെ പോയിട്ടാണ്. രാവിലെ മുതൽ ഉച്ച വരെ ഞങ്ങൾ മാർക്കറ്റിലൊക്കെ ആയിരിക്കും ഫിഷ് മീറ്റൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട്. പിന്നെ അല്ലറ ചില്ലറ ഗ്രോസറീസ് ഞങ്ങൾ നമ്മുടെ എന്താ പറയുക സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് കിട്ടുന്ന അല്ലാത്ത വേറൊരു നമ്മുടെ ഇവിടെ ഒരു ഇന്ത്യൻ സ്റ്റോറുണ്ട്, അവിടെയൊക്കെ പോയിട്ടാണ് ടൈം സ്പെൻഡ് ചെയ്യാറ്. അതൊന്ന് വിട്ടിട്ട് വേറെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ നേരെ വരുന്നത് ഇങ്ങോട്ടാണ്. ദിസ് ഈസ് ദ ഗ്രേറ്റ് റിംബ ഗാർഡൻ. ബ്രൂണയിലെ ഏറ്റവും വലിയ എന്താ പറയുക ഇങ്ങനെ പ്ലാന്റ്സ് ഒക്കെ വിൽക്കുന്ന ഒരു സ്ഥലമാണ്. അടിപൊളിയാണ് കേട്ടോ. ലോട്ട്സ് ആൻഡ് ലോട്ട്സ് ഓഫ് വെറൈറ്റീസ് ഓഫ് പ്ലാന്റ്സ് ഉണ്ട്. $38 ഗൈസ്. ഇത്ര പൈസ കൊടുത്തിട്ട് നമുക്ക് മണി പ്ലാന്റ് വാങ്ങണോ? ഉണ്ടല്ലോ അതിൻ്റെ അത് ഗ്രീൻ ഹൗസിൽ ഗൈസ്. ഇവിടെ ഒരു ഗ്രീൻ ഹൗസ്. ഇതിൻ്റെയൊക്കെ പേര് വായിക്കാൻ തന്നെ പറ്റുന്നില്ല. ബോൾബിറ്റിസ് പെട്രോക്ലിറ്റ, ഡവാലിയ ടെയർമണി, സെലാജിനല്ല SPP. ഇത് കാട്ടിലൊക്കെ കണ്ടുവരുന്ന ചെടി പോലെ ഉണ്ട്, പക്ഷെ നല്ല രസമുണ്ട് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട്. ഇതിൻ്റെ പേര് ലിക്വാല മാപ്പു വെരിഗേറ്റഡ്. ചെറിസ് എൻസിഫോമസ്, ക്ലോറോഫൈറ്റം പൊമോസം വെരിഗേറ്റം. പണ്ട് സയൻസ് പഠിച്ചതുകൊണ്ട് സ്പീഷീസ് ജീനസ് നെയിമൊക്കെ കുറച്ച് പരിചയമുള്ളത് വായിക്കാൻ കുഴപ്പമില്ല, അല്ലെങ്കിൽ തപ്പിപ്പോയനെ. ഇട്ടല്ലേനോ പറഞ്ഞേ? നമ്മൾ ഈ സ്നേക്ക് പ്ലാന്റും കൂടെ വാങ്ങാൻ പോവാണ്. നമ്മുടെ ബെഡ്റൂമിൽ കുറച്ച് ഓക്സിജൻ്റെ ആവശ്യമുണ്ട്, അതുകൊണ്ട് ഇതും കൂടെ വാങ്ങിച്ച് വയ്ക്കാമെന്ന് വിചാരിക്കുന്നു. ഇവിടെ ബോത്ത് ഇൻഡോർ പ്ലാന്റ്സും ഉണ്ട് ഔട്ട്ഡോർ പ്ലാന്റ്സും ഉണ്ട് കേട്ടോ. പ്ലാന്റ്സ് മാത്രമല്ല, അതർ റിലേറ്റഡ്, അതായത് ഗാർഡനിങ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ സാധനവും ഇവിടെ ഉണ്ടാവും. വിത്ത് പെബിൾസ് തൊട്ടിട്ട് സോയിൽ തൊട്ടിട്ട് ഫെർട്ടിലൈസർ, പെസ്റ്റിസൈഡ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പോട്ടറീസ്, ഓരോ എന്താ പറയുക നമ്മുടെ ചട്ടികളില്ലേ, ചട്ടികൾ, നോർമൽ ചട്ടികളുണ്ട് നമ്മുടെ, അതായത് മൺചട്ടികളുണ്ട്, പ്ലാസ്റ്റിക് ചട്ടികളുണ്ട്, സെറാമിക്സിൻ്റെ ചട്ടികളുണ്ട്. അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. ഫാൻസി തിങ്സ് ഇവിടെ കുറേ ഉണ്ട്. കാരണം നമുക്കിങ്ങനെ കാണുമ്പോൾ ക്യൂട്ടാണ്, എന്തായാലും വാങ്ങണം എന്ന് തോന്നിക്കുന്ന അങ്ങനത്തെ കൈൻഡ് ഓഫ് ചട്ടികളും എന്താ പറയുക ഹാങ്ങിങ് പോട്ട്സൊക്കെ ഇവിടെ ധാരാളമുണ്ട്. പിന്നെ ഇങ്ങനെ സെക്ഷനായിട്ട് ഇവർ വെച്ചിട്ടുണ്ട്. അതായത് കൂടുതൽ തണുപ്പ് വേണ്ടുന്ന പ്ലാന്റ്സ് കുറച്ച് അകത്തേക്ക് നല്ല എയർ കണ്ടീഷൻഡ് ആയിട്ടുള്ള ഇതുപോലത്തെ ഒരു റൂമിലാണ് അവർ ഫുൾ ഇങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ടെറേറിയത്തിലൊക്കെ വെക്കാൻ പറ്റുന്ന ചെറിയ ചെറിയ പ്ലാന്റ്സ് ഉണ്ട്. പിന്നെ വൈഡ് വെറൈറ്റീസ് ഓഫ് ഓർക്കിഡ്സ് ഉണ്ട് ഇവിടെ. ഇങ്ങനെ കാണാൻ പറ്റാത്ത കളേഴ്സും ഡബിൾ കളേഴ്സിലൊക്കെ ആയിട്ടുള്ള കുറേ ഓർക്കിഡ്സ് ഉണ്ട്. പിങ്ക്സിൻ്റെ, അതായത് ഷെയ്ഡ്സ് ഓഫ് പിങ്ക്സ് ആണ്, ലോഡ് ഓഫ് ഷെയ്ഡ്സ് ഓഫ് പിങ്ക്സ്, യെല്ലോ, അതൊക്കെ ഉണ്ട്. പിന്നെ അതേപോലെ കുറേ ചെടികളുണ്ട് കേട്ടോ. ഇങ്ങനെ ഹാങ്ങിങ് ആയിട്ടുള്ള ചെടികൾ കുറേ ഉണ്ട്, അതൊക്കെ കാണാൻ നല്ല രസമാണ്, നോക്കി നിന്നും. പിന്നെ ബോൺസൈസ് ഉണ്ട്. അതേപോലെ ആന്തൂറിയം ഉണ്ട് ഇവിടെ. കുറേ കളേഴ്സിലുണ്ട് കേട്ടോ. അതൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ എന്താ പറയുക അതിനനുസരിച്ച് ഇവിടുന്ന് വാങ്ങുന്നുണ്ട്. കുറേ ആൾക്കാർ ഇവിടെ വന്നിട്ട് ഇങ്ങനെ കാട്ടിലൊക്കെ ഇട്ടിട്ട് കുറേ വലിയ വലിയ ചട്ടികളൊക്കെ എടുത്ത് കൊണ്ടുപോകുന്നത് നമുക്ക് കാണാൻ പറ്റും. പക്ഷെ അതിനനുസരിച്ച് ആ പോട്ട്സിനൊക്കെ പൈസ ഉണ്ടാവും. പക്ഷെ അതിൻ്റെ ചെറിയ പ്ലാന്റ്സും ഉണ്ടാവും. നമുക്ക് ചെറുതിനെ വാങ്ങിച്ചിട്ട് ചെറിയ പൈസയ്ക്ക് വാങ്ങിച്ചിട്ട് അത് വീട്ടിൽ കൊണ്ടുപോയി വളർത്തിയെടുക്കാൻ പറ്റുന്ന ടൈപ്പും ഉണ്ട്, എല്ലാം ഉണ്ട്. പിന്നെ അങ്ങനെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഇവിടെ. ഇങ്ങനെ പ്ലാന്റ്സിനൊക്കെ ഇഷ്ടപ്പെടുന്ന ഭയങ്കര ക്രേസുള്ള ആൾക്കാർക്കൊക്കെ ഇതൊക്കെ കണ്ടാൽ തന്നെ അറിയായിരിക്കും എന്താണ് അതിൻ്റെ പേരെന്നൊക്കെ. എനിക്കത് പറയാൻ പറ്റുന്നില്ല. ഈ പ്ലാന്റ് ഞങ്ങൾ ഇങ്ങനെ നോട്ടിട്ട് വെച്ചതാണ് വാങ്ങാൻ വേണ്ടിയിട്ട്. അതേപോലെ ഇവർ സെറ്റ് ചെയ്ത ടെറേറിയൊക്കെയാണ് കേട്ടോ ഇത് കാണുന്നത്.
ഞങ്ങൾക്ക് 2 പേർക്കും ഇതേപോലെ പ്ലാന്റ്സ് വാങ്ങാനും ഇത് വെക്കാനൊക്കെ എന്താ പറയുക നോക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എന്നെക്കാളും കൂടുതലെന്ന് പറയാനും പ്രജോൻ തന്നെയാണ് ഇതിനോടൊക്കെ കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ളത്. അപ്പോൾ വാങ്ങാനും കുഴിച്ചിടാനും റിപ്പോർട്ട് ചെയ്യാനും അതൊക്കെ പ്ലേസ് ചെയ്യാനും ഒക്കെ നല്ല ഇൻട്രസ്റ്റ് ഉള്ളതും എപ്പോഴും സഹായിക്കുന്നതൊക്കെ പ്രജോനാണ് കേട്ടോ. അതുകൊണ്ട് ഞങ്ങളിങ്ങനെ ഇടയ്ക്ക് പോയിട്ട് ചെറിയ ചെറിയ ചെടികളൊക്കെ വാങ്ങിച്ച് വീട്ടിലിങ്ങനെ വെക്കാറുണ്ട്. ആൻഡ് ഇറ്റ്സ് റിയലി വെരി ഗുഡ്. എന്ന് വെച്ചാൽ നമുക്ക് ഗെറ്റിംഗ് അലോങ് വിത്ത് നേച്ചർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫീലിംഗ് ഉണ്ടാവും. ആൻഡ് ഇറ്റ്സ് സോ ഗുഡ് ടു യു സൈക്കോളജിക്കലി ആൻഡ് ഫിസിയോളജിക്കലി. കാരണം അത് നമുക്ക് പല രീതിയിലും നല്ല ഗുണങ്ങൾ ചെയ്യുന്ന ചെടികളുണ്ട്. അതനുസരിച്ച് വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് ഗുഡ് ടു യുവർ ഹോം, ഗുഡ് ടു യുവർ ഹെൽത്ത്, എവറിത്തിങ് ഇസ് സോ എന്താ പറയുക positive about plants. I hope എല്ലാവരും enjoyed this video. Until next episode, stay tuned. Bye bye.